ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മാസം തുടങ്ങിയിട്ട് പ്രൈസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതേ ഉള്ളല്ലോ മാസം. എന്നാലും പ്രൈസ് കഴിഞ്ഞ വീക്കെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രൈസ് ഒരു ബുള്ളിഷിലാണ് അല്ലേ, ബുള്ളിഷായിട്ടുള്ള ക്യാൻഡിൽ. എന്നാലും നമുക്ക് ആ ഒരു സൈഡ് വേ ട്രെൻഡിലാണ്, ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെയാണ്. നമുക്ക് വീക്ക് നോക്കണമെങ്കിലും പ്രൈസ് ഒരു ബിയറിഷിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് പ്രൈസ് തിരിച്ച് നല്ല ബുള്ളിഷിലേക്ക് വന്നത്. അതായത് ആ ഫ്രൈഡേയിലത്തെ ന്യൂസിലാണ് പ്രൈസ് നല്ല രീതിയിൽ കയറിയിരിക്കുന്നത്. നമുക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഒരു ബിയറിഷ് തന്നെയായിരുന്നു. നമുക്കൊരു 50 മിനിറ്റിൻ്റെ ഇൻറ്റേർണൽ മിനിറ്റിലെ IDMൻ്റെ 2 സെല്ല് നമുക്ക് കിട്ടിയായിരുന്നു. അതിനുശേഷം പ്രൈസ് വന്ന് നമ്മളൊരു 4 അവറിൻ്റെ OB വരച്ചിരുന്നു. ആ OBയിലാണ് അത് കഴിഞ്ഞ വീക്കിലി അനാലിസിസ് നമ്മൾ എടുത്ത് പറഞ്ഞ നിങ്ങൾക്ക് സിങ് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് എടുത്ത് പറഞ്ഞ ഒരു POE ആയിരുന്നു. നമുക്ക് നേരെ 4 അവറിലേക്കല്ല. അവിടെ നിന്ന് പറഞ്ഞാൽ പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിയാക്ഷൻ തന്നു പോയത്. ഇവിടെ നമ്മൾ 2 എണ്ണം വരച്ചു. അപ്പോൾ ഇവിടെ ഇത് അധികം റിയാക്ട് ചെയ്തിട്ടാണ് വരികയാണെങ്കിൽ ഇത് ഫെയിലാവുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളിവിടെ നിന്ന് അധികം റിയാക്ട് ചെയ്യാതെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് റിയാക്ട് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വലിയ റിയാക്ഷൻ തന്നില്ല. പ്രൈസ് അത് ബ്രേക്ക് ചെയ്ത് പോകുന്നു. അതിനുശേഷം നമ്മൾ നല്ല ഹൈ പ്രയോറിറ്റി എൻട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു എൻട്രി ആയിരുന്നു. ഇതും വന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഇങ്ങനെ നിൽക്കണ കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഗ്രാബ് ചെയ്ത് ചിലപ്പോൾ ഇറങ്ങാനോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് കയറാം. പക്ഷേ ആ ന്യൂസ് സമയത്ത് പ്രൈസ് നല്ല രീതിയിൽ കയറി. നമുക്കൊരു പ്രീവിയസ് ഹൈ ഒക്കെ വരെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ്സ് നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് കിട്ടിയാൽ. അതേപോലെ നമുക്ക് 50 മിനിറ്റിൽ നിന്ന് എൻട്രീസ് ഉണ്ടായിരുന്നു. നല്ല എൻട്രി ആയിരുന്നു അത് രണ്ടും. പക്ഷേ ആ ഒരു സമയത്ത് ഇത് കറക്റ്റായിട്ട് ടാർഗറ്റൊക്കെ അടിച്ചു. പക്ഷേ പല ആൾക്കാർക്ക് ഇത് ബ്രേക്ക് ഈവൻ അടിച്ചിടയ്ക്കാണ് ടാർഗറ്റ് അടിച്ച് ഇത്രയും നേരം ഈ പൊസിഷനിൽ നിൽക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പല ആളുകളും ഇത് ഹോൾഡ് ചെയ്യാതെ പലപ്പോഴും ബ്രേക്ക് ഈവൻ വെച്ചു, ബ്രേക്ക് ഈവനൊക്കെ അടിച്ചു. ചില ആൾക്കാർക്ക് അതൊക്കെ റിസ്ക് വെച്ചവർക്കൊക്കെ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, അതൊരു ആ ഒരു റേഞ്ച് ആയതുകൊണ്ടാണ്. പക്ഷേ നെക്സ്റ്റ് ഈ ഒരു ട്രേഡ് പല ആൾക്കാർക്കും പ്രോഫിറ്റ് കിട്ടി. പക്ഷേ പല ആളുകൾ ഇതുപോലെ തന്നെ ഇതും ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു OBയിൽ നിന്ന് വന്ന് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ കയറിപ്പോകുമെന്നാണ് വിചാരിച്ചത്. ഇവിടെ നമ്മൾ 4 അവറിൻ്റെ 50 മിനിറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഈ 4 അവറിൻ്റെ OBയിൽ തന്നെ 50 മിനിറ്റിൻ്റെ OB ഉണ്ട്. അവിടെ 5 മിനിറ്റിൽ നമുക്ക് IFC ക്യാൻഡിലാണ് നമുക്ക് കിട്ടിയത്, നല്ലൊരു IFC ക്യാൻഡിൽ. ആ ഒരു മൂവ്സാണ് പ്രൈസ് മൂവ് ചെയ്ത് പോയത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെല്ല് കിട്ടാതിരിക്കുകയായിട്ട്. പക്ഷേ ഈ ഒരു ബൈ നമുക്ക് എടുക്കാമായിരുന്നു. 50 മിനിറ്റിൻ്റെ IDM വരെയൊക്കെ എടുക്കാമായിരുന്നു. നല്ല ട്രേഡായിരുന്നു. ഏകദേശം $100 മേലാണ് പ്രൈസ് ടോട്ടൽ കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ബുള്ളിഷിൽ പോകുമെന്ന് വിചാരിക്കേണ്ട, പ്രൈസ് വീണ്ടും ഇറങ്ങും. ഈ ഫ്രൈഡേ ഉണ്ടാക്കിയ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ എന്തായാലും പ്രൈസ് എന്ത് ചെയ്യും, ഇതൊക്കെ എല്ലാം മിറ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ചിലപ്പോൾ പ്രൈസ് നേരെ വന്ന് ഈ ലോ എടുത്തിട്ട് അവിടെ നിന്ന് കയറാം, അല്ലെങ്കിൽ ഇതിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങി വരാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നോക്കി ഈ ഒരു ഓർഡർ ഫ്ലോ കണ്ടോ, ഈ ബിയറിഷ് മൂവ്മെൻറ്റിനെ ബുള്ളിഷ് മൂവ്മെൻറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വന്ന് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കംപ്ലീറ്റ് എടുക്കാതെ ഈ ഓർഡർ ഫ്ലോയിൽ വന്ന് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് നല്ലൊരു റിയാക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ്സ് എടുക്കാവുന്നതാണ്. റേഞ്ച് തന്നെയാണ്, 2 സൈഡിലേക്ക് നോക്കുക. ഇതൊക്കെ ഇച്ചിരി കൂടി സിങ് ട്രേഡ്. ഇതിൽ വന്ന് നിങ്ങൾക്ക് ട്രിഗർ ചെയ്തൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീവിയസ് ഹൈ വരെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു ട്രേഡ്സ് ആയിരിക്കും. നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. നമുക്ക് എന്താണ് കറൻസിയിൽ സംഭവിച്ചത്. കറൻസിയിലും ആ ന്യൂസ് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് കിട്ടിയായിരുന്നു. പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തത്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും കിട്ടിയിട്ടില്ല. ചില ആൾക്കാരൊക്കെ ആ ട്രേഡുകളൊക്കെ എടുത്ത് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റൊക്കെ എടുത്തിട്ട് എനിക്ക് അഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് അതിൻ്റെ ഇൻറ്റേർണലൊക്കെ കയറിയിട്ട് ബ്രേക്ക് ചെയ്യാൻ സ്റ്റോപ്പ് ലോസൊക്കെ കിട്ടിയെന്നും പറഞ്ഞുള്ള കുറച്ച് പോസ്റ്ററും കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. മന്ത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ബുളിഷാണ്. നമുക്ക് വീക്കാണ് മെയിനായിട്ട് നോക്കേണ്ട. നല്ലൊരു ബിയറിഷിലേക്ക് പോയി നമ്മൾ ഈ ഒരു വിക്കോബി റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏകദേശം ജസ്റ്റൊക്കെ ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള വലിയ റിയാക്ഷൻ നമുക്ക് കിട്ടിയില്ല. അതേപോലെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തിട്ട് ആ ഓർഡർ ബ്ലോക്കും ഫെയിലായിട്ടുണ്ട്. എന്നാലും നമുക്കിപ്പോൾ പ്രൈസ് ഈ രീതിയിൽ നിൽക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ഡേയുടെ സ്ട്രക്ചർ ചെയ്യുന്നത് ഞാൻ പറയണത് ചിലപ്പോൾ ഈ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ടില്ലേ, ചിലപ്പോൾ ഈ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് റിയാക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ലിലേക്കുള്ള 4 അവറിലോ 1 അവറിലേക്ക് എന്തെങ്കിലും സെല്ലിലേക്കുള്ള ഇതേപോലത്തെ ചാൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്കത് ലോങ് ടൈം നോക്കാവുന്നതാണ്. ഒരു സിങ് ട്രേഡിന് പറ്റിയ എൻട്രീസുകളാണ് ഈ ഒരു പൊസിഷൻസൊക്കെ. വൈയിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിലും അധികം വലിയതായിട്ട് ഹോൾഡ് ചെയ്യേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ സെല്ലിലേക്ക് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുക, പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. നമുക്ക് എല്ലാ കറൻസിയിലും എല്ലാ ഇതിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ക്യാൻഡിൽസ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. നമുക്ക് നേരെ മന്തിലേക്ക് വരാം. യൂറോ ഹിസ്റ്ററിയിൽ ജസ്റ്റ് ബുള്ളിഷാണ്. വീക്കിൻ്റെയൊക്കെ നോക്കുമ്പോൾ ബിയറിഷിലേക്ക് മൂവ് ചെയ്തായിരുന്നു. പക്ഷേ ഫ്രൈഡേ നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്.
നമുക്ക് ഒരു 5 ഡേയ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ഡേയ്സും ബിയറിഷ് എന്ന് തന്നെ പറയാം. ഇതൊരു വളരെ ചെറിയൊരു ക്യാൻഡിലാണ് ടേസ്റ്റ്. ഫ്രൈഡേ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. നമുക്കിപ്പോൾ ഡേയിൽ നോക്കണമെങ്കിൽ ഈ ഐഡിയം എടുത്തിട്ട് റിയാക്ട് ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. പക്ഷേ ആ ഒരു പൊസിഷനിലൊക്കെ പല ആൾക്കാർക്കും ആ ഒരു ടൈമിങ്ങിൽ വന്നതുകൊണ്ടായതുകൊണ്ട് പലർക്കും ബ്രേക്ക് ഈവൻ അവിടെ നിന്ന് എടുത്ത ട്രേഡാണെങ്കിൽ ബ്രേക്ക് ഈവൻ SL ഒക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ നമുക്കിത് 4 ഹവറിൻ്റെ ഐഡിയം എടുത്തിട്ടുണ്ട്. അവിടെ നല്ലൊരു IFC ക്യാൻഡിൽ വന്നായിരുന്നു. പക്ഷേ നമ്മൾ പറയുന്നത് പോലെ നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സെറ്റപ്പിൽ ഇതൊരു ഫേക്ക് IFC ക്യാൻഡിൽ, ഇത് ട്രാപ്പായിരുന്നു. ഇതിൽ സെല്ലെടുത്ത ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും സെല്ല് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസിന് അത് കിട്ടിയിട്ടുണ്ടായില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 4 ഹവർ 1 ഹവറിൻ്റെ ഐഡിയം എടുത്തിട്ടുണ്ട്. 1 ഹവറിൻ്റെ ഒരു ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക, നിങ്ങൾക്ക് സെല്ലിലേക്കുള്ള ചാൻസുകൾ യൂസ് ചെയ്യുക. ചിലപ്പോൾ ഇത് എടുത്തായെന്ന് കഴിഞ്ഞാലും ഒരു പ്രീവിയസ് വീക്കിൻ്റെ ഹൈയോ അല്ലെങ്കിൽ ഒരു എന്താണ് ഡേയുടെയോ അല്ലെങ്കിൽ 4 ഹവറിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു POയിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ 4 ഹവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോ കിടക്കുന്നുണ്ട്. ഓർഡർ ഫ്ലോ വന്നിരിക്കുന്നത് ഈ ഒരു പൊസിഷനിൽ ഒരു ഓർഡർ ഫ്ലോ ഉണ്ട്. ഈ ഒരു ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ഒരു പൊസിഷനിൽ ഓർഡർ ഫ്ലോ ഉണ്ട്. അപ്പോൾ ഈ ഓർഡർ ഫ്ലോയിലൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് സെൽസ് നോക്കാവുന്നതാണ്. അതേപോലെ ഓസ്ട്രേലിയൻ ഡോളർ, അപ്പോൾ നമുക്ക് മന്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ജസ്റ്റ് ബുള്ളിഷാണ്. നമുക്ക് വീക്കിൻ്റെ ആണ് നീക്കേണ്ട. വീക്കിൻ്റെ സെയിം ക്യാൻഡിൽസ് തന്നെ, എല്ലാ കറൻസിയിലുള്ള സെയിം ക്യാൻഡിൽസ് തന്നെയാണ്. ഡേയിലാണെങ്കിലും ഫ്രൈഡേ ആണ് പ്രൈസ് എന്ന് വെച്ചാൽ ഡേയിലാണെങ്കിൽ തന്നെ പ്രൈസ് ഒരു ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സൈൻ തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ലോങ് ടൈം സെല്ല് നോക്കട്ടെ ഉള്ള കാര്യം ഞാൻ പറയാം. നല്ലൊരു സെല്ലായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഐഡിയം ഇതായിരിക്കും. ഐഡിയം എടുത്തിട്ട് നമ്മുടെ ഈ മിക്കവാറും ഡേയുടെ ഇതിൽ 4 ഹവറിൻ്റെ ഇതിൽ വരും. ചിലപ്പോൾ 4 ഹവറിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോങ് ടൈം എടുക്കുക. 1 ഹവറിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയേക്കണം നിങ്ങൾ വലിയ കാര്യമാക്കേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഹവറിൻ്റെ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാലും ഈ 4 ഹവറിൻ്റെ POയിലൊക്കെ പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് പോകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. അപ്പോൾ എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. കറൻസികളിലൊക്കെ കൂടുതലും സെൽ സൈഡാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഗോൾഡ് ബൈ സൈഡും സെൽ സൈഡും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നോക്കിയെടുക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മാസത്തിൽ 5 സീറ്റാണുള്ളത്. കുറച്ച് നമുക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട്. ഈ 1, 2, 3 ഉണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ എടുക്കുക. പേഴ്സണൽ മെൻറ്റർഷിപ്പ് ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ കാണുന്നത്, അത് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതെങ്കിൽ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.